ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ചില സമയത്തൊക്കെ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയും. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്നൊക്കെ പറയുന്നത് പോലെ അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ ബി.ജെ.പിക്കാർക്ക് അദ്ദേഹത്തിനെ വലിയ രീതിയിൽ തല്ലാൻ ചിലപ്പോൾ തോന്നും എന്നതാണ് സത്യം. രാജീവ് ചന്ദ്രശേഖരൻ വാസ്തവത്തിൽ ഇളിഭ്യനായിരിക്കുക. കൃത്യമായി പറയുന്നു, കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തനമുണ്ട്. അത് ലവ് ജിഹാദ് മാത്രമല്ല, ക്രിസ്തീയ സഭകളിലേക്ക് നിരവധിയായ ഹിന്ദുക്കളിൽ നിന്നും മതപരിവർത്തനം നടത്തുന്നു എന്ന് കെ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ആകപ്പാടെ പൊല്ലാപ്പായി ഇരിക്കുകയാണ് രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം. അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നത് ആശ്വാസകരം തന്നെയെങ്കിലും അവർക്കെതിരെ ഏറ്റവും മോശമായ രീതിയിലാണ് ഛത്തീസ്ഗഡ് പോലീസ് പെരുമാറിയത് എന്നുള്ളത് വ്യക്തമാണ്. ഛത്തീസ്ഗഡിലെ ദർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതിയെയും അറസ്റ്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബജ്രംഗ് ദൾ എന്ന് പറയുന്ന സംഘടനയിലെ ഒരു ലോക്കൽ പ്രവർത്തകൻ്റെ വാക്ക് വേദവാക്യമായി എടുത്ത് വിശ്വസിച്ച ആ പോലീസുകാരുടെയൊക്കെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ സംശയിക്കേണ്ടത്. യാതൊരുവിധ ക്രെഡിബിലിറ്റിയും ഇല്ലാതെ ഒരു ലോക്കൽ നേതാവ് കുറേ വ്യാജ നുണകൾ തട്ടിവിടുകയാണ്. ഇവർ മനുഷ്യക്കടത്തിൻ്റെ ഏജന്റുമാരാണ്, ഇവർ കള്ളക്കടത്തുകാരാണ്, ഇവർ മതപരിവർത്തനം മാത്രമല്ല നടത്തുന്നത്, ഇങ്ങനെ അങ്ങ് നുണക്കഥകൾ തട്ടിവിടുകയാണ്. ഈ വിഷയത്തിൽ നിരവധിയായ സംഘടനകൾ, അത് ക്രൈസ്തവ സംഘടനകൾ മാത്രമല്ല, ഇടതുപക്ഷവും വലതുപക്ഷവും ശക്തമായി തന്നെ, കോൺഗ്രസും അതിനകത്ത് പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പാർലമെൻറ്റിൽ നടത്തിയ അതിനെതിരെയുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അവർക്ക് എല്ലാവിധ സഹായവും ചെയ്യും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു പോലും. എന്നിട്ട് ഒടുവിൽ കെ സുരേന്ദ്രൻ കലം കൊണ്ട് ഉടച്ചിരിക്കുകയാണ്. അതായത് എങ്ങനെയെങ്കിലും ക്രൈസ്തവ വിശ്വാസികളുടെ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ക്രൈസ്തവർക്ക് ഇപ്പോൾ കുറച്ച് പേർക്ക് കൃത്യമായി ബി.ജെ.പിയോട് സ്നേഹമുണ്ട്. പി.സി. ജോർജും ഈ പറയുന്ന ഷോൺ ജോർജും അതുപോലെ ജോർജ് കുര്യനും ഒക്കെ അടങ്ങുന്ന ക്രൈസ്തവ നേതാക്കളൊക്കെ ഇപ്പോൾ ബി.ജെ.പിയിലുണ്ട്. അനിൽ കെ ആൻ്റണി അങ്ങനെയുള്ളവർ ഈ സംഘടനയിൽ നിൽക്കുമ്പോൾ ക്രൈസ്തവരുടെ കൂടി വോട്ട് കുറച്ച് കിട്ടിയാൽ മാത്രമേ ബി.ജെ.പിക്ക് ഉദ്ദേശിക്കുന്ന ലീഡ് കിട്ടുകയുള്ളൂ എന്ന് അവർക്ക് നന്നായി അറിയാം. അങ്ങനെ വരുമ്പോൾ അവരുടെ വിശ്വാസം എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്ന ശ്രമകരമായ നീക്കം നടത്തവെയാണ് രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരിക്കവേ കെ സുരേന്ദ്രൻ വെടിപൊട്ടിച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രൻ ചില സമയത്ത് നഗ്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറയും എന്ന രീതിയിൽ വീണ്ടും ബി.ജെ.പിയിലെ ചില നേതാക്കൾ വീണ്ടും അള്ളുവെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭകൾ പലരും നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന നഗ്ന സത്യമാണ് എന്ന് ബി.ജെ.പിയിലെ തന്നെ ചില നേതാക്കൾ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനെ വീണ്ടും ആകെപ്പാടെ വെട്ടിലാക്കിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ കൃത്യമായി പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ദേശീയ അവാർഡ് കിട്ടിയ വിവാദം മറ്റൊരിടത്ത് പുകയുകയാണ്. അതിനിടയിലാണ് കെ സുരേന്ദ്രനും മറ്റു ചിലരും കൂടെ ചേർന്ന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഊക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ആകെ നാണം കെട്ടിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ.